നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ രവിമാമനെ കുറിച്ചിട്ടാണ്. രവിമാമൻ അറിയാലോ അല്ലേ? നമ്മുടെ മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന മമ്മൂക്കാടെ സിനിമ എടുത്തുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് മോഹൻലാലിനെ വെച്ചിട്ട് കീർത്തി ചക്ര അങ്ങനെ കുറേ സിനിമകളെടുത്തു. അതിൽ കീർത്തി ചക്ര എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് വിജയിച്ചത്. ബാക്കിയെല്ലാം മിലിറ്ററി സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യസ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആ രാജ്യസ്നേഹത്തെ വിറ്റ് തിന്നാൻ നോക്കിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ട് പോയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂക്കാടെ പേരൻപ് എന്ന് പറയുന്ന ഒരു സിനിമ, അമുതവൻ എന്ന് പറയുന്ന മമ്മൂക്കാടെ ഒരു ക്യാരക്ടർ, അതായത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമ റാമാണ് സിനിമ സംവിധാനം ചെയ്തത്. ഗംഭീരമായിട്ടുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ നിരൂപകരുടെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടാക്കിയ സിനിമയായിരുന്നു. ആ വർഷത്തെ ദേശീയ അവാർഡ് വരെ ലഭിക്കുമെന്ന് സിനിമാ പ്രവർത്തകരും സിനിമാ നിരൂപകരും അന്ന് ആ ജൂറിയിലുണ്ടായിരുന്ന ഒരു മഹാവീരനാണ് ഈ പറയുന്ന മേജർ മാമനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം മിലിറ്ററിയാണ്, അദ്ദേഹത്തോട് നമുക്ക് ആ ആദരവൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ മിലിറ്ററിയുടെ കുറേ സ്വഭാവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇടയ്ക്ക് നല്ല എന്താ പറയുക, എല്ലാവരോടും നല്ല സ്നേഹവും പ്രകടനമൊക്കെ കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ ലാലേട്ടനൊപ്പമായി നിന്നുകൊണ്ട് മിലിറ്ററി വേഷത്തിലൊരു സെൽഫി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെതിരെ ഒരു പട്ടാളക്കാരൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ പല വിഷയങ്ങളിലും ഇദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, തണ്ടർ ബോൾട്ട് അങ്ങനെ എന്തോ പറയുന്ന സ്കൂള്, അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറി അതിൻ്റെ പേരിൽ വിചാരണ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മഹാവീരനാണ് നമ്മുടെ ഈ പറയുന്ന മേജർ മാമൻ എന്ന് പറയുന്ന ഇദ്ദേഹം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മമ്മൂക്കായെ വെച്ച് വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. സത്യത്തിൽ അന്ന് ഈ അവാർഡ് ജൂറി അംഗത്തിൽ ഈ പറയുന്ന നമ്മുടെ രവിമാമൻ ഉണ്ടായിരുന്നു കേട്ടോ. രവിമാമൻ അന്ന് പറഞ്ഞതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. കാരണം ഈ പേരൻപ് എന്ന് പറയുന്ന സിനിമ ഈ റബ്ബർ പോലെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പിന്നെ ഈ അവാർഡ് ഫിലിമൊക്കെ എങ്ങനെയാണോ എടുക്കുന്നത്, അവാർഡ് ഫിലിമൊക്കെ ഈ പുള്ളി എടുത്തതുപോലെ മിഷൻ 90 ഡേയ്സ് പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കീർത്തി ചക്ര പോലെയൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല. അന്ന് മാധ്യമങ്ങളിൽ വന്നിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു ന്യൂസ് അതൊരു പക്ഷേ ചിലപ്പോൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു ന്യൂസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മമ്മൂക്കാക്ക് ആ വർഷത്തെ അവാർഡ് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്നത് ഈ മേജർ മാമൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തുറന്ന് പറയുന്നതും നമ്മൾ കേട്ടിരുന്നു. എന്തായാലും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ മേജർ മാമൻ മമ്മൂക്കയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞത് എന്താണ് എന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. കഥാപാത്രമായിരുന്നു പേരമ്പിലെ മമ്മൂട്ടി അവതരിപ്പിച്ച അമ്മുതവൻ. അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കാത്തതിന് പിന്നിൽ രവിയുടെ കറുത്ത കരങ്ങൾ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അന്ന് ജൂറി അംഗങ്ങളിൽ ഉണ്ടായിരുന്ന രവി അവാർഡ് ലഭിക്കാൻ മമ്മൂട്ടിക്ക് അനുകൂലമായി നിന്നില്ല എന്ന് മാത്രമല്ല, സിനിമയ്ക്ക് ഭയങ്കര വലിച്ചിൽ ആയിരുന്നു എന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. 66ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ പ്രഖ്യാപനം അല്പസമയം മുമ്പ് നടന്നു. ഈ അവാർഡ് തീരുമാനിച്ച ജൂറി സമിതിയിൽ അംഗമാണ് മലയാളത്തിന്റെ സ്വന്തം മേജർ രവി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പേരമ്പ് നമ്മൾ ഈ സമീപകാലത്ത് മമ്മൂക്കയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം നടത്തിയ ഒരു ചിത്രമെന്ന ഒരു ഖ്യാതി അതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ അവാർഡിന് പേരമ്പും മമ്മൂക്കയുടെ പെർഫോമൻസും പരിഗണിക്കപ്പെടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് പേരമ്പും മമ്മൂക്കും സംഭവിച്ചത്? എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ വലിഞ്ഞു പോയി. ഇതാണ് അവിടുത്തെ ഒരു ഇതുണ്ട്. ആ വലിഞ്ഞു പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ, ഒരു നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയോ എന്നുള്ള ഒരു തോന്നൽ, ഇതാണ് ഡിസ്കഷനിൽ വന്നത് അല്ലേ. അപ്പൊ ഇത് വലിഞ്ഞു പോകാൻ ഇത് റബ്ബർ മിഠായി വല്ലതായിരുന്നു ഇതിങ്ങനെ വലിഞ്ഞു പോകാൻ സെക്കൻഡ് ഹാഫിൽ എവിടെയോ. എനിക്കൊന്ന് ഈ പറയുന്ന ആള് ഒരു പക്ഷേ ചിലപ്പം ആ സിനിമ കണ്ടുപോലും കാണത്തില്ലെന്ന് തോന്നാം. കാരണം അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. അംഗത്തിൽ മെമ്പറായിരുന്ന ഈ മഹാഗുരു ഉണ്ടല്ലോ, ഇപ്പം മമ്മൂക്കയെ വെച്ചിട്ട് ഒരു പുതിയ സിനിമ എടുക്കുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയത്. കാരണം ഇവരുടെയൊക്കെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ള് ഇവൻ്റെയൊക്കെ മറ്റേ സംഗി ഗുണവേ കാണിക്കത്തുള്ളൂ. കാരണം അതാണ് ഇവനൊക്കെ. ഇനിയിപ്പം മോഹൻലാലിനെ വെച്ചിട്ട് ഒരുപാട് സിനിമ എടുത്തു, അതിൽ ഏതാണ്ട് ഒരെണ്ണേ വിജയിച്ചുള്ളൂ, ബാക്കിയെല്ലാം പൊട്ടിപ്പോയി.
ഇപ്പോൾ വീണ്ടും മമ്മൂക്കായെ പിടിച്ചിരിക്കുകയാണ്. കാരണം മമ്മൂക്കായുടെ രാശി ഇപ്പം നല്ലതാണല്ലോ, നമുക്ക് പുള്ളിക്കാരൻ തൊടുന്നതൊക്കെ പൊന്നാണല്ലോ. അത് ആര് വന്ന് സിനിമ ചെയ്തിട്ട് ആ സിനിമകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മമ്മൂക്കായെ വെച്ചിട്ട് ഇനി ഒരു സിനിമ എടുക്കാം. എനിക്ക് തോന്നുന്നില്ല മമ്മൂക്ക ഇനി അങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി വീഴുവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. പിന്നെ ഇദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററിക്കാരനാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ബഹുമാനം എന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ കാണിക്കുന്ന മൊത്തം വേണ്ടാത്ത പരിപാടിയാണ്. അതുകൊണ്ട് മമ്മൂക്ക ഇനി അങ്ങനെ ഒരു പിന്നെ ഇതിൽ മുതിരുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പം ഒരു ചർച്ചാ വിഷയം. മിലിറ്ററി പടമല്ല, അതൊരു ആക്ഷൻ കോമഡി ജോണറിൽ പെടുന്ന ഒരു സിനിമ ആണെന്നാണ് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ എവിടെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് അതിനുവേണ്ടി അല്ലേ കാത്തിരിക്കാം, അത് നടക്കുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച്. ഇനിയിപ്പോൾ മമ്മൂക്കാടേതായിട്ട് ജനുവരി 23 മനിക് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിലറിൻ്റെ പണിപ്പുരയിലാണ്. എന്തായാലും ആ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും